ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നു, ഒരാൾ വന്നിട്ട് അതിനെ നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ചെയ്യാണ്, അതിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട്? ഞാൻ ആ നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നതിൽ ഞാൻ എതിർപ്പാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ ചെയ്യണം, ഇപ്പം ഞാൻ പല സ്ഥലത്ത് പോയിട്ട് കഴിച്ചാലും എനിക്ക് നെഗറ്റീവ് കിട്ടാറുണ്ട്. അത് അന്നേരം അവിടെ ആരാണോ ഉത്തരവാദിത്തപ്പെട്ട അവരുടെ അടുത്ത് ഇൻഫോം ചെയ്യും, പേഴ്സണലി ഇൻഫോം ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം, അതിൽ വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു അഡ്വൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. എന്നുവെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന ഷെഫിൻ്റെ ചിലപ്പോൾ ഇന്റേണലി എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും പ്രശ്നം കാരണമോ വരാം. ചില സ്ഥലത്തു നിന്ന് ചിലപ്പോൾ ഈച്ചയോ മുടിയോ അങ്ങനെയുള്ള കുക്കിങ്ങിലല്ല, കുക്ക് ചെയ്ത നല്ല സാധനം എന്തെങ്കിലും വിഷയങ്ങൾ വന്നു, അത് ചിലപ്പോൾ അവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നും ആ തരത്തിലല്ല, എന്നും ആ ഒരു റെസ്റ്റോറൻറ്റ് ഏത് റെസ്റ്റോറൻ്റാണോ എടുക്കുന്നത് ആ റെസ്റ്റോറൻറ്റിൽ എന്നും എല്ലാവർക്കും ആ ലെവലിലായിരിക്കുമല്ലോ ഫുഡ് പോയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ ചിലപ്പോൾ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് പോയ ഫുഡിലായിരിക്കും ആ വിഷയം ഉണ്ടാവാം എന്ന് കരുതി ആ റെസ്റ്റോറൻറ്റ് മുഴുവനായിട്ട് ആക്ഷേപിച്ചാൽ അയാൾ ഇട്ട ഔട്ട്പുട്ടും എന്താ അതിൻ്റെ അകത്തേക്ക് ഇൻപുട്ടും അതിൽ വരുന്ന ബാക്കിയുള്ളവരുടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അത് എഫക്റ്റഡ് ആണ്. അത് റെസ്റ്റോറൻറ്റിൽ മാത്രമല്ല, ഏത് സ്ഥാപനമായാലും. ഞാൻ പറയുന്ന എൻ്റെ പ്രോഡക്റ്റ്, നമ്മളിപ്പം ഈ അടുത്തൊരു കുട്ടിയുടെ ഒരു മെഡിസിൻ്റെ ന്യൂസ് കേട്ടു, ചെറിയ കുട്ടികളായിട്ടുള്ള അത് കുടിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആ എൻ്റെ ബ്രാൻഡിൽ വന്ന പ്രശ്നമാണ്, ആ ബ്രാൻഡിലുള്ള എല്ലാ പ്രോഡക്റ്റുകൾക്കും വന്ന പ്രശ്നമാണ്. അപ്പോൾ അത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നെഗറ്റീവ് എന്നല്ല, അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. അതേപോലെ തന്നെ ആയിരിക്കണം റെസ്റ്റോറൻറ്റിൻ്റെ കേസിലായാലും എടുക്കേണ്ടത്. എൻ്റെ ആൾക്കാർക്ക് വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ റെസ്റ്റോറൻറ്റ് നമുക്ക് ക്ലോസ് ചെയ്യണം. അതല്ല പെർട്ടിക്കുലർ ഒരു കസ്റ്റമറിനാണ് വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നമ്മുടെ ശ്രദ്ധാലും ആവണം. ആ ദിവസത്തെ ചിലപ്പം ടേസ്റ്റിന്റെ പ്രശ്നം ഇൻഗ്രീഡിയൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡെയിലി പർച്ചേസ് ചെയ്യുന്ന ചില്ലി, റെഡ് ചില്ലി അല്ലെങ്കിൽ കാശ്മീരി ചില്ലി എടുത്തോ, ആ കാശ്മീരി ചില്ലി വരുന്നത് പോലെ തന്നെ മൂന്നാമത്തെ ദിവസം വന്നത് വേറെ ചില്ലിയാണ്. ഇപ്പം കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞിട്ട് തന്നെ അവർ തന്നെ. പക്ഷെ നമ്മൾ ചില്ലി ഇപ്പം മീൻ മുളകിട്ട കറി അടിക്കുന്ന സമയത്ത് അതിൻ്റെ സ്പൈസസിലും ടേസ്റ്റിലും വ്യത്യാസം വന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സാധനം മാറി എന്നുള്ള നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഇൻഗ്രീഡിയൻസിൻ്റെ റേഷ്യം അതിലുള്ള വ്യത്യാസം വരുന്നത് ഒരിക്കലും ഈ റെസ്റ്റോറൻറ്റിന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ എല്ലാ പൊടിയും ഇപ്പം ബീഫിൻ്റെ മീറ്റിലായിക്കോട്ടെ, അയാൾ അറക്കുന്ന ഏജിലുള്ള സാധനം ചിലപ്പം നാളെ വേറെ ഏജിലുള്ള സാധനമായിരിക്കും, 2 വർഷമായ സാധനമായിരിക്കാം, അതിന് മുന്നേ അറുത്തത് 12 മാസമായ സാധനമായിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഏജ് സാധനങ്ങൾ മാറുമ്പോഴും, ഒരു പോത്തിനെ അറക്കുന്ന സമയത്ത് ആ ഏജ് മാറുമ്പോഴും മീറ്റിൻ്റെ ടെൻഡർനെസ് മാറും. അപ്പം അതൊക്കെ നമ്മൾ കുറേ പഠിച്ചിരിക്കേണ്ട സാധനമാണ്. നമ്മൾ ഇതൊന്നും സാധാരണക്കാരായ ആൾക്കാരോ ഇതോ അറിയുന്നില്ല. നമ്മൾ സാധാരണ നോർമലി പോകുന്നു, കഴിക്കുന്നു, തിരിച്ചു വരുന്നു. ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഇത്രയും ഹെഡേക്ക് ഉള്ളത് ആരും അറിയുന്നില്ല.